ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലെ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് ലിമിറ്റ് ആസ് എ സം എന്ന് പറയുന്നത്. ചോദ്യം ഇതാണ്: ഇൻ്റഗ്രൽ 0 to 5 x+1 dx. ഇതിൻ്റെ വാല്യൂ ലിമിറ്റ് ആസ് എ സം ഉപയോഗിച്ച് കണ്ടുപിടിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ഇക്വേഷൻ. ഇൻ്റഗ്രൽ a to b f of x dx is equal to limit h tends to 0 h into f of a plus f of a plus h plus f of a plus 2h plus etc plus f of a plus n minus 1 into h, where h is equal to b minus a by n. ഇത്ര ഈക്വേഷൻ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും. ഏതാണ്ട് ഉറപ്പായിട്ടുള്ള ചോദ്യമാണ് ലിമിറ്റ് ഓഫ് എ സം. ഇക്വേഷൻ എല്ലാവരും പഠിക്കുക. ഒന്നുകൂടെ പറയാം: ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു പിന്നെ വരുന്നത് എഫ് ഓഫ് എ, അടുത്തത് എ പ്ലസ് എച്ച്, എ പ്ലസ് 2h, അങ്ങനെ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച്. ആ ഫങ്ഷൻ ചേർത്താൽ മതി, എഫ് ഒന്ന് ചേർത്താൽ മതി. ഇനി ഈ ചോദ്യത്തിൽ 0 to 5 എന്നാകുമ്പം എ 0യും ബി 5ഉം. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് x+1, എഫ് ഓഫ് x+1. ഇനി എച്ചിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നത് ബി മൈനസ് എ ബൈ എൻ ആണ്. ബി മൈനസ് എ ബൈ എൻ. അപ്പോൾ എച്ച് ഈസ് ഈക്വൽ ടു 5 മൈനസ് 0 ബൈ എൻ. എച്ച് ഈസ് ഈക്വൽ ടു 5 ബൈ എൻ ഓർ എൻ എച്ച് ഈസ് ഈക്വൽ ടു 5. ഇനി നമ്മൾ ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. ഇൻ്റഗ്രൽ 0 to 5 എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എക്ക് 0 എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലിഫിക്കേഷനാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ഇൻറ്റു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് എച്ച് പ്ലസ് എഫ് ഓഫ് 2h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് എൻ മൈനസ് 1 ഇൻറ്റു എച്ച്. h is equal to 5 by n. ഇനിയും integral 0 to 5 x plus 1 into dx is equal to limit h tends to 0 h into f of x എന്ന് പറയുന്നത് x plus 1 ആണ്. അപ്പോൾ f of 0 എന്ന് പറയുന്നത് 0 plus 1. f of എക്സ് എന്ന് പറയുന്നത് 0 plus 1 ആണ്ട് എഫ് ഓഫ് എച്ച് എന്ന് പറയുന്നത് എച്ച് പ്ലസ് 1. എഫ് ഓഫ് 2h എന്ന് പറയുന്നത് 2h പ്ലസ് 1. എഫ് ഓഫ് എൻ മൈനസ് 1 എച്ച് എന്ന് പറയുന്നത് എൻ മൈനസ് 1 ഇൻറ്റു എച്ച് പ്ലസ് 1. ഇനിയും ശ്രദ്ധിക്കേണ്ടത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുന്നു. ആദ്യത്തെ ടേംസ് 0h 2h അങ്ങനെയായിരുന്നു, അത് ഒരുമിച്ച് എഴുതുന്നു. പ്ലസ് രണ്ടാമത് വരുന്ന എല്ലായിടത്തും ഒരു +1 ഉണ്ട്, അത് എഴുതുന്നു. അത് n ടേംസ് ഉണ്ട്. ഇനി ഇതിൻ്റെ സിംപ്ലിഫിക്കേഷനാണ്. ലിമിറ്റ് h ടെൻസ് 0 h ഇൻറ്റു ഇവിടെ h കോമൺ എടുക്കുന്നു, h ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് എക്സെട്ര പ്ലസ് n മൈനസ് 1 പ്ലസ് ഈ 1 പ്ലസ് 1 പ്ലസ് 1ൻ്റെ n ടേംസ് എന്ന് പറയുന്നത് n. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h ഇൻറ്റു ഇവിടുത്തെ h. ഇനി സം ഓഫ് ദ ഫസ്റ്റ് n മൈനസ് 1 ടേംസ് എന്ന് പറയുന്നത് n മൈനസ് 1 ഇൻറ്റു n ബൈ 2. അതായത് ഈ ഇക്വേഷൻ നമുക്കറിയാം 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് എക്സെട്ര പ്ലസ് n എന്ന് പറയുന്നത് n ഇൻറ്റു n പ്ലസ് 1 ബൈ 2. ആ എന്നിൻ്റെ പ്ലേസ് n മൈനസ് 1 വന്നപ്പോൾ വന്ന ഡിഫറൻസ് ആണത്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് h ടെൻസ് ടു 0 h അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന h സ്ക്വയർ n ഇൻറ്റു n മൈനസ് 1 ബൈ 2 പ്ലസ് NH. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് NH എന്നാക്കാനാണ് നോക്കുന്നത്. ഇവിടെ ഒരു എന്നും ഒരു എച്ച് കൂടെ മൾട്ടിപ്ലൈ ചെയ്തു, ഒരു എച്ച് ഇതിൻ്റെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് NH മൈനസ് എച്ച്. ഇനി NHന് നമുക്ക് നേരത്തെ പറഞ്ഞ അനുസരിച്ച് h ഈസ് ഈക്വൽ 5 ബൈ n എന്നായിരുന്നു. NHന് നമ്മൾ 5 എന്ന വാല്യൂ കൊടുക്കുക.
limit h tends to 0, 5 into 5 minus h by 2 plus 5. ഇനി അവിടെ സിംപ്ലിഫിക്കേഷനാണ്. എച്ചിന് ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നു, എച്ചിന് 0 എന്ന് കൊടുക്കുന്നു. 5 into 5 minus 0 by 2 plus 5, that is 25 by 2 plus 5. LCM എടുക്കുമ്പോൾ 25 plus 10 by 2, that is 35 by 2. അപ്പം ഈ ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും വിടരുത്. ബുദ്ധിമുട്ടുള്ളവർക്ക് അതിൻ്റെ ഫസ്റ്റ് പോർഷൻ ഈ ഇക്വേഷൻ പഠിക്കണം. ലിമിറ്റ് h tends to 0 h into f of a plus ഈ ഭാഗം ഫസ്റ്റ് പോർഷൻ അത് പഠിക്കണം. 2 ക്വസ്റ്റ്യൻ ചെയ്യണം. ഇതിൻ്റെ കൂടെ വേറൊരു ക്വസ്റ്റ്യനും കൂടെ ചോദ്യം 0 to 2 e raised to x dx. അപ്പോൾ ഇവിടുത്തെ ഫംഗ്ഷന് e raised to x a0 b2 ഇത്രയും കാര്യങ്ങൾ ആദ്യമേ എഴുതാം. ഈ ഇക്വേഷൻ എഴുതുക. എന്നിട്ട് h is equal to b minus a by n. എച്ചിന് ബിക്ക് 2 എന്നും എക്ക് 0 എന്നും കൊടുത്താൽ 2 minus 0 by n. അപ്പോൾ nh is equal to 2 എന്ന് കിട്ടും. ഇനി നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് e raised to x ആണ്. സോ ഇൻ്റഗ്രൽ 0 to 2 f of x dx is equal to ലിമിറ്റ് h tends to 0 h into എക്ക് ഇവിടെ 0 കൊടുത്തു. എഫ് ഓഫ് 0 പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് എച്ച് പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് 2h പ്ലസ് എക്സെട്ര പ്ലസ് എഫ് ഓഫ് 0 പ്ലസ് n മൈനസ് 1 ഇൻറ്റു എച്ച്. അടുത്ത സ്റ്റെപ്പിൽ വീണ്ടും അതൊന്ന് 0 പ്ലസ് എച്ച് എന്ന സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു എക്സ്. അപ്പോൾ എഫ് ഓഫ് 0 ഇ റേസ് ടു 0, എഫ് ഓഫ് എച്ച് ഇ റേസ് ടു എച്ച്, എഫ് ഓഫ് 2h ഇ റേസ് ടു 2h. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിൻ്റെ അടുത്ത സ്റ്റെപ്പിൽ സിംപ്ലിഫിക്കേഷനാണ്. 1 പ്ലസ് ഇ റേസ് ടു 0 1, ഇ റേസ് ടു എച്ച് ഇ റേസ് ടു എച്ച് ദ ഹോൾ സ്ക്വയർ, എ റേസ് ടു എം റേസ് ടു എൻ എ റേസ് ടു എം എൻ എന്നുള്ള ഇത് ഉപയോഗിച്ച് ചെയ്യുന്നു. ഇനിയും അടുത്ത സ്റ്റെപ്പ് വരുമ്പോൾ ദിസ് ഈസ് എ ജോമെട്രിക് പ്രോഗ്രഷൻ വിത്ത് a1 ആൻഡ് r e റേസ് ടു എച്ച്. അപ്പോൾ സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്ലൈ ചെയ്തു. a ഇൻറ്റു r റേസ് ടു n മൈനസ് 1 ബൈ r മൈനസ് 1. അപ്പോൾ ലിമിറ്റ് h tends to 0 1 ഇൻറ്റു r, r എന്ന് പറയുന്നത് e റേസ് ടു എച്ച് ഹോൾ റേസ് ടു n മൈനസ് 1 ബൈ e റേസ് ടു എച്ച് മൈനസ് 1. ഇത് ഇ റേസ് ടു എച്ച് റേസ് ടു എൻ ഇ റേസ് ടു എൻ എച്ച്. ഇനി നമുക്കിവിടെ എൻ എച്ചിന് നമുക്ക് 2 എന്ന് കൊടുക്കാം. അത് കൊടുത്തു. അപ്പോൾ ഈ ഇ റേസ് ടു 2 മൈനസ് 1 എന്നുള്ളൊരു കോൺസ്റ്റൻ്റായി അത് ലിമിറ്റിന് പുറത്തെടുത്തു. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 എച്ച് ബൈ ഇ റേസ് ടു എച്ച് മൈനസ് 1. ഇത് എക്സ്പോണൻഷ്യൽ ലിമിറ്റാണ്. ലിമിറ്റ് എച്ച് ടെൻസ് ടു 0 ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ എക്സ് ഈസ് ഈക്വൽ ടു 1. എക്സ്പോണൻഷ്യൽ ലിമിറ്റ്. അതിൻ്റെ ആൻസർ 1 എന്നാണ്. So e square minus 1 into 1. So answer is e square minus 1.